ഹലോ. ഹലോ, ലിയാഖത്ത് അലി സാബ് അല്ലേ? അതെ. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു ഇന്നലെ. നിങ്ങള് തിരിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോ നിങ്ങളെ കിട്ടി ചെയ്തില്ല. പിന്നെ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു നിങ്ങൾ തിരിച്ചിട്ട്. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കാൻ വേണ്ടി വിളിക്കാണ്. നിങ്ങൾക്ക് പിന്നെ ഒരു ചൂണ്ടലിട്ട് ഒരു ഇരയാണ്, ചൂണ്ടലിടാനുള്ള ഇരയാണ് ഞാൻ. ചൂണ്ടല് നിർബന്ധമായിട്ടും എന്റെ സംസാരമൊക്കെ നിങ്ങള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം കേട്ടാ. ചെയ്യാം, നിങ്ങൾ പറഞ്ഞോളി. അപ്പൊ നിങ്ങള് പിന്നെ സംസാരിച്ച് എവിടെ എത്തിയില്ല? എനിക്ക് മനസ്സിലായില്ല. നിങ്ങള് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. നിങ്ങളെ പിന്നെ നിങ്ങളെ ഭാഗത്തുള്ള ഒരു ബോധനം നടത്തുന്നുണ്ടല്ലോ, ആ ബോധനത്തിന്റെ ഒരു സംഗതികളൊക്കെ എവിടെ എത്തി? നിങ്ങള് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കുക. നിങ്ങള് ജനങ്ങൾക്ക് പിന്നെ ഇസ്ലാം അല്ല ശരി എന്നുള്ള ഒരു സംഗതി, അത് മാത്രമല്ല പറഞ്ഞത്, മറ്റൊന്നും നിങ്ങൾ പറഞ്ഞില്ല. ഇസ്ലാം അല്ല ശരി എന്നുള്ള ഒരു സംഗതി ജനങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ ഏറെക്കുറെ എവിടെ എത്തിയോ? നമ്മളിങ്ങനെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് പോകുന്നു. മുന്നിൽ വരുന്ന വിഷയങ്ങൾ നമ്മളെ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞിട്ട് പ്രബോധനം നടത്തിയിട്ട് ഇപ്പൊ എവിടെ എത്തിന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അഡ്രസ്? ഒരാശയം നമുക്ക് അങ്ങനെ അളന്നെടുക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞ ഓഡിബിൾ അല്ല, ഒന്നും കൂടെ. അതായത് ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ള പ്രബോധനം ഇപ്പൊ എവിടെ എത്തിന്ന് ചോദിക്കാലോ നമുക്ക്. അതിപ്പോ നമുക്കിങ്ങനെ അളന്നെടുക്കാൻ കഴിയില്ലല്ലോ. ഇസ്ലാം മാത്രമാണ് ശരി എന്നല്ല, ഏകദൈവ വിശ്വാസം മാത്രമാണ് ശരി എന്നാണ് ഇസ്ലാം വാദിക്കുന്നത്. ഇസ്ലാം മാത്രമാണ് ശരി എന്നാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണ്. ഇന്നദ്ദീൻ എന്ന് പറഞ്ഞാല് ആ ജീവിതരേഖ, ഇസ്ലാം ആകുന്ന ജീവിതരേഖ, അത് പറയണ അതിന്റെ അടിസ്ഥാന തത്വം ഏകദൈവ വിശ്വാസം. സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായിട്ടുള്ള ദൈവത്തെ മാത്രം വണങ്ങുക എന്നുള്ള ആ ഒരു വിശ്വാസം. അപ്പൊ പോയി അത് മാത്രമാണ് ശരി. സർവ്വതിനും പിന്നിലൊരു ശക്തി ഉണ്ടെന്ന് ലിയാഖത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏത് ശക്തി? ഒരു പ്രപഞ്ച ശക്തി. ഞാൻ എങ്ങനെയാന്നറിയോ, ഞാനൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിനപ്പുറത്തേക്ക് ഞാൻ അതിന് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി ഒന്നും. എല്ലാ മനുഷ്യന്മാരും ചുറ്റുള്ള മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കണം, അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, അവരുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ വളരെ പെട്ടെന്ന് നടക്കണം എന്ന് വിചാരിക്കണം. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ അത്രേ ഉള്ളൂ. അതാണ് എന്റെ ഏരിയ. അപ്പൊ അതില് മതപരമായ നിയമങ്ങളും മതപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആളുകൾ, എല്ലാ മനുഷ്യർക്കും ഏറ്റവും മികച്ച ഒരു ജീവിത പദ്ധതി വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ പുലർത്തേണ്ടുന്ന രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രത്യയശാസ്ത്രം എന്ന രീതിയിലാണ് ഇസ്ലാമിനെ അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ഈ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് എന്റെ പരിശോധനകൾ. തീർച്ചയായിട്ടും അങ്ങനെ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മള് പിന്നെ കാര്യങ്ങൾ പരിശോധിക്കുകയും വസ്തുതകൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് നേർമാർഗം കിട്ടല്. അപ്പോ ആ പഠനം തുടരണം. കാരണം മനുഷ്യർക്ക് ഗുണപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവണ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോ ഈസങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് വളരെ നല്ലൊരു സംഗതിയാണ്. അതില് ഞാന് സാഹിബിന്റെ കൂടെ സന്തോഷത്തിൽ നിൽക്കും. അത് വളരെ നല്ലൊരു സംഗതിയാണ്. പക്ഷെ നിങ്ങൾ വളരെ വൾഗറായിട്ട് ഞങ്ങളെ ഹൃദയത്തിന്റെ കഷ്ണായിട്ടുള്ള, ഞങ്ങളെ സ്നേഹപാതനായിട്ടുള്ള പ്രവാചകനെ മോശമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു ഉദാഹരണം പറയും. തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ആൾക്കാരും നബിനെ കുത്തു നബി മുഹമ്മദ് നിങ്ങൾ എന്നോട് നിങ്ങൾ എത്ര മാന്യമായിട്ട് തുടങ്ങി, നിങ്ങൾ അതിവൈകാരികതയിലേക്ക് പോകും. ഞാനൊന്ന് പറയണത് ശ്രദ്ധിക്കുക. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ഭാഗത്ത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ അംഗീകരിച്ചല്ല. പക്ഷെ ഞങ്ങളെ ഒരു നൈമിഷിക വികാരങ്ങൾ അംഗീകരിക്കണം. ഞങ്ങളെ പ്രവാചകൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ അംഗീകരിച്ച
ഈ പിന്നെ 14 നൂറ്റാണ്ടായിട്ട് വന്ന മഹത്തുക്കളായിട്ടുള്ള എല്ലാവരും അംഗീകരിച്ച, എന്തിനു പറഞ്ഞാൽ നമ്മളെ കൊച്ചു കേരളത്തിലെ വള്ളത്തോള്, ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ ഇങ്ങനെയുള്ള മഹാന്മാർ മുഴുവനും അംഗീകരിച്ച, അന്യജാതിയിൽപ്പെട്ട മഹാന്മാർ അംഗീകരിച്ച ഒരു പ്രവാചകൻ. ഈ പിന്നെ മൈക്കിൾ എച്ചാർട്ട് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ, അയാളെ എഴുത്തിൽ 1ാം സ്ഥാനത്ത് കൊടുത്ത വ്യക്തി കുമാരനാശൻ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ബെർണാഡ് ഷാ, ഞാൻ ചോദിക്കാണ്, ഒരാളുണ്ട്. അതിവൈകാരികത കൊണ്ട് നമുക്ക് ആശയ സംവാദം നടക്കൂലല്ലോ. അല്ല, ഞാൻ ഈ ഒരു പോയിന്റ് ഇടയിൽ ചോദിച്ചതാണ്. കുമാരനാശൻ ഖുർആൻ വായിച്ചിട്ടായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഭയങ്കര തന്ത്രജ്ഞനും ഭയങ്കര നന്നായി സംസാരിക്കുന്ന ആളാണെന്ന് അറിഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ അല്ല, ഞാൻ ചോദിക്കുക, അതായത് കുമാരനാശൻ ഖുർആൻ വായിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയോന്ന് ഞാൻ ചോദിച്ചതാ. കുമാരനാശൻ ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? വായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എങ്ങനെ പറഞ്ഞു? എവിടെ കുമാരനാശാൻ ജീവിച്ച കാലഘട്ടം ഏതാ? കുമാരനാശൻ 1900 സ്റ്റാർട്ടിങ്ങിൽ 1953 അദ്ദേഹം. കുമാരനാശൻ അറബി പഠിച്ചതായിട്ട് നമുക്ക് വിവരമില്ല. അറബി പഠിക്കണമെന്നില്ലല്ലോ. ആദ്യമായിട്ട് മലയാള പരിഭാഷ ഖുർആനിൽ അവതരിക്കുന്ന എപ്പോഴാ? അറബി പഠിക്കണമെന്നില്ല, അതൊന്നും നമ്മൾ ഇതല്ല. ഞാൻ പറഞ്ഞ ഖുർആൻ വായിച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലായില്ല. മഹത്തുക്കൾ മുഴുവനും പ്രവാചകനെ പ്രകീർത്തിക്കുകയും പിന്നെ നിങ്ങളിൽ കേരളത്തിൽപ്പെട്ട ഞങ്ങൾക്ക് കൂടുതൽ വിവരമുണ്ട്, അതേപോലെ തന്നെ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണെന്ന് മേനി നടിക്കുന്ന ആൾക്കാർ പ്രവാചകനെ കേൾക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു വിഷമാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പഠിച്ചതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടോ ഞാൻ അതിനോടൊന്ന് പ്രതികരിക്കട്ടെ. അതായത് നിങ്ങൾ കുറച്ച് എന്താ പറയാ ലോഡഡ് പിന്നെ വൈക്കോൽ മനുഷ്യരെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ മുഹമ്മദിനെ വളരെ വൾഗറായിട്ട് ചിത്രീകരിച്ചു എന്നാണ് നിങ്ങളുടെ വാദം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, എന്റെ ഇന്ന പരാമർശം വൾഗറായിരുന്നു, അത് സത്യത്തിന് നിരക്കുന്നതല്ല, യാഥാർത്ഥ്യം അതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും. മുഹമ്മദ് നബിനെ കുറിച്ച് മോശമായ ഒരു കാര്യം, ഇല്ലാത്തൊരു കാര്യം ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നൊരു ഉദാഹരണം പറഞ്ഞോളൂ. വേണ്ട, നിങ്ങൾ ലിയാഖത്തിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പറ്റിയിട്ട് അംഗീകരിക്കാൻ പറ്റാത്തുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ല, അങ്ങനെയല്ല. നിങ്ങൾ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. നിങ്ങൾ വൈകാരികതയെ നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നു, നിങ്ങളെ പ്രേമഭാജനമായിട്ടുള്ള പ്രവാചകനെ ഞാൻ അധിക്ഷേപിച്ചു എന്നൊക്കെ നിങ്ങളൊരു ആരോപണം എനിക്കത് ഉന്നയിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ അതിന് നമ്മളത്തെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവണല്ലോ. തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം പറയും. നിങ്ങളുടെ പക്ഷത്തിൽപ്പെടുന്ന ആളുകളും മുഹമ്മദ് നബി, നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോ നിങ്ങൾ എന്നോട് മാത്രം സംസാരിക്കണം. നമ്മൾ 1-on-1 ആണല്ലോ, ഇതിപ്പോ ഒരു പബ്ലിക് മീറ്റിംഗ് അല്ലല്ലോ. ഒരു വിഭാഗത്തെ നിങ്ങൾ പ്രതിനിധാനം. ഞാൻ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നില്ല. ഇല്ല, പ്രതിനിധാനം ചെയ്യാനില്ല. ഇല്ല. അപ്പൊ എനിക്ക് പിന്നെ നിങ്ങളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. പിന്നെ പ്രവാചകനെ പറ്റിയിട്ട് നിങ്ങളൊരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യമുണ്ട്. പ്രവാചകൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് മരണപ്പെട്ടു പോയ ഒരു അറേബ്യൻ ഗോത്ര നേതാവാണ്. ഓക്കെ. അയാൾ കുറെ ഗോത്രങ്ങളെയൊക്കെ ഒന്ന് സമന്വയിപ്പിച്ച് ഒരു വലിയ ഗോത്രം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു ഗോത്ര നേതാവാണ്. നല്ല പോയിന്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അവലോകനമാണ്. ഒരു ജനവിഭാഗത്തിനെ മുഴുവനും ഏകീകരിക്കാനും വെറും 23 വർഷം കൊണ്ട് പ്രവാചകനെ പറ്റി. ഞാനൊരു ചോദ്യം തിരിച്ചു വെക്കട്ടെ. ഒരു 46, 23 ഡബിൾ 46 അല്ലെങ്കിൽ 69 വർഷം നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ജനവിഭാഗത്തിനെ യോജിപ്പിക്കാനും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിർത്താനും പറ്റുമോ? മുഹമ്മദ് നബി 23 വർഷം കൊണ്ട് പറ്റൂല. പ്രവാചകനായിരുന്നിട്ട് പോലും ദക്ഷിണ കൊറിയ എന്ന രാജ്യത്തിനെ കുറിച്ച് ഒരു ത്രെഡിൽ ഒരു ഐക്യത്തിന്റെ കേന്ദ്രത്തിലേക്ക്. ദക്ഷിണ കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ കുറച്ചും കൂടി വിശദീകരിച്ചാൽ. ദക്ഷിണ കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ ചോദിച്ചതാ. അല്ല, എനിക്ക് ഒരു സംഭവത്തെ കുറിച്ച് ഒരു ജനതയെ ഒരു പർട്ടിക്കുലർ സംഭവത്തിലേക്ക് കോർത്തിണക്കാനും ക്രോഡീകരിക്കാനും അല്ലെങ്കിൽ അവരെ ഏകോപിപ്പിച്ച് നിർത്താനൊക്കെ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ അത് ഏത് രീതിയിലാണ് സക്സസ് ആവുക, അതിന്റെ സക്സസ് റേറ്റ് എത്രയാണെന്നൊക്കെ ഉള്ളത് അതിന്റെ സന്ദർഭം, സാഹചര്യവും കാലഘട്ടവും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അതും ശരി. പക്ഷെ പല തന്ത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും ലളിതമായിട്ടുള്ള തന്ത്രമാണ്. ക്രോഡീകരണത്തിനും ഏകീകരണത്തിനും
രക്ഷപ്പെടാനും വേണ്ടി മുഹമ്മദ് ഉപയോഗിച്ച തന്ത്രങ്ങൾ വളരെ മാനവിക വിരുദ്ധമായിരുന്നു, ജനാധിപത്യ വിരുദ്ധമായിരുന്നു എന്നാണ് ഞാൻ പറയാം. ആ നൂറ്റാണ്ടിൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരുന്നിരിക്കും, പക്ഷെ ഈ നൂറ്റാണ്ടിൽ അത് ഓക്കെ അല്ല. അത് ഞാൻ അങ്ങനെ പറയാറുള്ള ആളാണ്. അതിലെന്താ അക്ഷരം നിങ്ങളെ അണികളോടും പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ ചുറ്റുപാട് എനിക്ക് അണികളില്ല സുഹൃത്തെ. ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് അത്രേ പറ്റുമായിരുന്നു ആ സമയത്ത്. പക്ഷെ പ്രവാചകന്റെ അധ്യാപനം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലട്ടാ. പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഇന്നത്തെ ഈ 2024 സെപ്റ്റംബർ 18 അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് പ്രവാചകന്റെ വിശ്വാസം. പ്രവാചകന്റെ തീർച്ചയായിട്ടും നിങ്ങളത് തുറന്ന് പഠിക്കണം സാഹിബ്. നിങ്ങളെപ്പോലെ ഡൈവേഴ്സിറ്റി തിങ്കിങ് ആയിട്ടുള്ള മനുഷ്യന്മാര് നിർബന്ധമായിട്ടും പഠിക്കേണ്ട വിഷയമാണ്. ഈ മേഖല കൈകാര്യം ഇന്നത്തെ കാലത്ത് മുഹമ്മദ് നബിയുടെ ഒരു കഴിവ് നിങ്ങൾക്ക് പഠിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസ് പറയാം. പറഞ്ഞോളൂ. മുഹമ്മദ് നബിയുടെ ഭാര്യമാരിൽ ഒരാള് അല്ല, ജനങ്ങളോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഹദീസുകളില് വളരെ വ്യക്തമായിട്ടും നമ്മൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്യണം. ഞങ്ങൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും ഫോളോ ചെയ്യണം. 6 ഹദീസുകളുണ്ട്, സിഹാഹു സിത്ത എന്ന് പറഞ്ഞത്. ആ 6 ഹദീസുകളെ കുറിച്ചും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പല വാറാലുകൾ കൊടുത്തിട്ട് ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ മുത്തുവാ കല്യാണത്തിനെ പറ്റി എന്താറിയോ, നിങ്ങൾ വെറുതെ നിങ്ങളൊക്കെ പറയാ, നിങ്ങൾ വൈകാരികത ശമിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ വൈകാരിക ജീവിയല്ല. പ്രവാചകനെ പറ്റി പറയുമ്പോൾ അല്ല, ഞാൻ ഒട്ടും വൈകാരിക ജീവിയല്ല. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം ജീവിച്ച വ്യക്തിയല്ല മുഹമ്മദ് നബി. അത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തില് ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തില്, അദ്ദേഹം ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സാമൂഹ്യ നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക്, ഒരു ഭരണാധികാരി എന്ന നിലക്ക്, ഏത് നിലക്കും ഇന്നത്തെ കാലത്ത് മനുഷ്യന് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിതമല്ല അദ്ദേഹത്തിന്റെ ജീവിതം. ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് പോലും ദഹിക്കാത്ത പല അനീതികളും കാണിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. എന്താണ് ഞാൻ പറയാം. മുഹമ്മദ് നബി സ്വന്തം സാഹിബേ, ജീവിതം ഒരു ജീവിതേ ഉള്ളൂ. അല്ല, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും അങ്ങനത്തെ ബേജാറിനൊക്കെ നോക്കൂ. ആ ബേജാറിനൊക്കെ പുറത്തു കടന്നതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ജീവിതത്തിന്റെ നഷ്ടം നമ്മൾ വിരലടിച്ചു. അതൊക്കെ നമുക്ക് നോക്കൂ. ഈ ആയത്ത് ഹദീസൊക്കെ വായിച്ചിട്ട് തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ഈ ബേജാറ് സാധനങ്ങൾ പുറത്തു വന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, വേറൊരു വിഷയമുണ്ട്. സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട് ഈ അവിശ്വാസികളെ പറ്റിയിട്ട്. അവിശ്വാസികളല്ല, യുക്തിവാദികളെ പറ്റി വളരെ യുക്തിവാദികളെ കൈകാര്യം ചെയ്ത ഒരു വിഷയമുണ്ട് സൂറത്തുൽ ബഖറയിൽ 118 ആയത്ത്. ഞാനിങ്ങനെ എന്റെ ഇടയിൽ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടെന്ന് കടന്നു വന്ന സംഗതി എന്താണെന്ന് വെച്ചാല്, അവർ ചോദിക്കും, വിഡ്ഢികളായിട്ടുള്ള ആ കൂട്ടർ ചോദിക്കുന്നുണ്ട്, പടച്ചോനെ നേരിട്ട് കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പടച്ചോനെ നേരിട്ടുള്ള ഒരു ദൃഷ്ടാന്തം ഞങ്ങൾക്ക് എന്താ അയച്ചു തരാത്തത്? പക്ഷെ എന്നാ അവരോട് അവർക്ക് മുമ്പുള്ള ഇവരെ പോലുള്ള കൂട്ടർ ഈ സംഗതി ചോദിച്ചിരുന്നു. അവർക്ക് യാതൊരു വെളിവില്ല. അതേ സമയത്ത് വിശ്വാസികൾക്ക് അള്ളാഹുവെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അവൻ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 118 അതിന്റെ ആശയ സംഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. അക്ഷരം വെച്ചിട്ടുള്ളതല്ല കേട്ടോ. ഞാൻ വായിച്ചപ്പോ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് അത് നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ശ്രമിക്കണം. പ്രവാചകന്മാരെ പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കണം. ഒരു പ്രവാചകരെ മാത്രം ഇകഴ്ത്താനും വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഓതോറും നിങ്ങള് ഞാൻ യുക്തിവാദികളില് കുറച്ച് ഇപ്പോഴത്തെ നിങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു പോവാണ്, മനസ്സിലായോ? നിങ്ങളൊരു പോയിന്റിലേക്ക് വരുന്നില്ല. നിങ്ങൾ മുഹമ്മദ് നബിയുടെ മാതൃകയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, പിന്നെ നിങ്ങൾ യുക്തിവാദികളെ കുറിച്ച് ഇനി നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനമാക്കി പോവാം. നിങ്ങൾ 9:28 എന്ന് പറഞ്ഞേ. പറഞ്ഞപ്പോ എന്റെ മനസ്സിലായി. അപ്പൊ ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞതിനുള്ള ഒരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് മുഹമ്മദിന്റെ മാതൃകയിലേക്ക് പോവാം. 9:28 വായിച്ചേ. ഏത് 9:28? എന്താ സൂറത്ത് തൗബ 28. എന്റെ അടുത്ത് ഖുർആനൊന്നുമില്ല, നിങ്ങൾ വായിച്ചോളൂ. എന്റെ അടുത്ത് ഇല്ല, ഖുർആനില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നാ മതി. അപ്പൊ നമുക്കും ശ്രോതാക്കൾക്കൊക്കെ കേൾക്കാലോ. മനസ്സിലായില്ല? അല്ല, എന്റെ അടുത്ത് ഖുർആൻ ഇപ്പൊ കയ്യിലില്ലാത്തപ്പോ ഞാൻ എന്റെ മൊബൈലൊന്നും ഞാൻ അങ്ങനെ കൊണ്ടടക്കലില്ല. അല്ല, യൂട്യൂബിൽ നിങ്ങൾ ആയത്തെ നമ്പർ പറഞ്ഞ് ഞെട്ടിച്ചപ്പോ ഞാനൊന്ന് ചോദിച്ചതാണ്. കുഴപ്പമില്ല. സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസ് എന്നതിന്റെ അർത്ഥം അശുദ്ധരാണ്.
എന്താണ് ബൗദ്ധവിശ്വാസികൾ അശുദ്ധരാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞാലേ അതായത് ആ മനുഷ്യർ നജസാണെന്നല്ലേ പറയും ആ മനുഷ്യർ അല്ലേ ദൈവത്തെ അല്ലെങ്കിൽ ഖുർആനിനെ അംഗീകരിക്കാത്ത ഇസ്ലാമിനെ അംഗീകരിക്കാത്ത മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന വിവാഹമില്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന പറഞ്ഞത് ക്ലിയർ അല്ല സോറി നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അല്ല ഇന്നലെ നജസ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു അല്ലാത്ത വേറെ ദൈവങ്ങളെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ നജസ് ആണെന്ന് പറഞ്ഞാൽ അശുദ്ധമാണെന്ന് അർത്ഥം അല്ലേ? നിങ്ങളത് എന്താ വെച്ചാൽ അള്ളാഹു എന്നുള്ള ഒരു പദത്തില് നിങ്ങൾ കൃത്രിമം കാട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും പറയുന്നുണ്ട് കാബാലയത്തിൽ ഒരുപാട് ദേവന്മാരുണ്ടായിരുന്നു, അത് അള്ളാഹുവിന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. നബിക്ക് വിശദീകരിച്ചേരി ആയത്ത് വിശദീകരിക്കാൻ പറഞ്ഞാൽ ഞാനൊരു കോമൺ മാനാണ്, ലേമാൻ. നമുക്ക് അതിനെ പറ്റി മുഫസ്സിർ ഒന്നല്ല, പിന്നെ നമ്മൾ ജബ്ബാർ മാഷും അല്ല. നമുക്ക് അതിനെ പറ്റി വിശദീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. പിന്നെ സൂറത്തുൽ തൗബന്റെ ഒരു പശ്ചാത്തലം ഞാൻ മനസ്സിലാക്കിയ എന്താ വെച്ചാല്, അത് എനിക്ക് മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ വളരെ ശക്തമായിട്ട് പിന്നെ ഇസ്ലാമിനെതിരെ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തില് ഇനി അവരോട് കോംപ്രമൈസ് ഇല്ല എന്നുള്ള വിഷയത്തിൽ അവതരിപ്പിക്കും. അതേപോലെ നിങ്ങൾ ഖുർആനെ പറ്റി പറയണ്ടല്ലോ സാഹിബെ, നിങ്ങള് നീതി നിർവഹിക്കുന്ന ആളുകളാവുക. ഖുർആനില് വളരെ പ്രധാനപ്പെട്ട ആരോട് നീതി അല്ല ലിയാഖത്ത് സാഹിബ് പറയും. അല്ല ഞാൻ ചെയ്യട്ടെ. അല്ല നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ പിടി വീഴുമ്പോ നിങ്ങൾ വേറെ ഭാഗത്തേക്ക് പോകണം. ഞാൻ ചോദിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല ഇതിന്റെ അർത്ഥം മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാര് കാഫറുകളാണെന്ന് പരാമർശമുണ്ട്. നിങ്ങൾ നീതിക്ക് പിന്നെ സാക്ഷ്യം വഹിക്കുക. എന്താണ് നീതി? ഈ ഇന്നമൽ മുശ്രിക്കൂന നജസും അതേമാതിരി കാഫറുകളൊക്കെ മൃഗങ്ങളിൽ ഏറ്റവും മോശക്കാരാണെന്നൊക്കെ ഉൾപ്പെടുന്ന ഈ ഇസ്ലാമാണ് നീതി. ആ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്. എന്താ നീതി പറഞ്ഞാൽ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താ നീതി? നിങ്ങളെ സൂറത്ത് തൗബ സാഹചര്യം വെച്ച് സൂറത്ത് തൗബയുടെ സാഹചര്യം എന്താണ് നിങ്ങൾ പറഞ്ഞോളി. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്കും അനുകരിക്കാൻ പറ്റാത്ത പിന്നെ ശത്രുക്കളെ എന്തിനാണ് ചില ഭാഗങ്ങളാക്കുന്നത്? നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് എന്താ അറിയോ, നിങ്ങൾ വളരെ സമർത്ഥമായിട്ട് വളരെ എന്താ പറയാ അന്വേഷിയെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന മതം, ഞാൻ പറയാമേ, സാധാരണക്കാരനാണ്. നിങ്ങൾ സാധാരണക്കാരനാണെങ്കിലും കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് സമർത്ഥിക്കുന്ന ആളൊന്നല്ല. അല്ല എന്തായിക്കോട്ടെ, ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന ആശയങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഞാനെന്താ അറിയോ, നിങ്ങളെ പരമാവധി സംസാരിക്കാൻ അനുവദിക്കുകയാണ് ഇപ്പൊ ചെയ്തത്. അപ്പൊ എല്ലാം വെക്കുമ്പം സംസാരിക്കാൻ അനുവദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ് കാട് കയറി പോവല്ലാതെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് വെച്ച് നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല. അതിന് ഞാൻ എന്തെങ്കിലും മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വേറെ ഭാഗങ്ങളിലേക്ക് നീന്തി പോവാണ്. മുഴുവനും ഒരു പോയിന്റിലാണ് പ്രവാചകന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് നബി ഇസ്ലാമിക തൗഹീദ് അല്ലെ, തൗഹീദാണല്ലോ മുഹമ്മദ് നബിയുടെ പ്രചാരണം. ഓക്കെ, മുഹമ്മദ് തൗഹീദി പ്രബോധനത്തിന്റെ ഭാഗമായിട്ട് മദീനക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളൊക്കെ ഓൾമോസ്റ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി നോട്ട് ദ പോയിന്റ്. ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവരുടെ പല ഗോത്രങ്ങളുടെയും സ്ത്രീകളെ സ്വന്തം അനുയായികൾക്കിടയിൽ ലൈംഗികത പറയട്ടെ ഞാൻ നിങ്ങൾ സംസാരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സമയത്ത് അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടപ്പോ നിങ്ങൾ വെറുതെ വ്യാഖ്യാനിക്കുന്നതല്ല, നിങ്ങൾ വെറുതെ എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ എങ്ങനെയാ? ഞാൻ മുഹമ്മദ് നബിയുടെ ഒരു മാതൃക നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഈ ശ്രോതാക്കൾ എന്താ വെച്ചാൽ നിങ്ങൾ ശ്രോതാക്കളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് പ്രവാചകനെ പറ്റി എന്ത് ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പഴയ യുക്തിവാദിയുടെ ബഹളം കൊണ്ട് കാര്യമില്ല സുഹൃത്ത്. ബഹളം ആശയ സംവാദത്തിന്റെ രീതിയല്ല. ബഹളം പരസ്പര ബഹുമാനത്തോടുള്ള സംഭാഷണത്തിന്റെ ശൈലിയല്ല ബഹളം. ഞാൻ പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അസ്വസ്ഥനാവുകയാണ്. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം മദീനയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന വിശദീകരിച്ചോളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ.
തീർച്ചയായിട്ടും സമയം തരും. ഞാൻ നിങ്ങൾ എത്ര നേരം കേൾക്കുകയാണ്, പറയാൻ അനുവദിക്കുകയായിരുന്നു. ഞാൻ മാത്രം പറയുന്ന ഈ പശ്ചാത്തലങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. എത്ര നേരം നിങ്ങൾ സംസാരിക്കട്ടെ എന്ന് വിചാരിക്കായിരുന്നു. നിങ്ങൾ പറയുന്നിടത്തുകൂടി പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ജീവിതവും മരണം തമ്മിലുള്ള വിഷയങ്ങളാണ്. അതൊന്നും കുഴപ്പമില്ല. നോക്കൂ, മരണം പറഞ്ഞ് പേടിപ്പിക്കല് അതൊക്കെ കഴിഞ്ഞു. ആ കാലഘട്ടം കഴിഞ്ഞു വന്ന ആളാണ് ഞാൻ. അത് വിടൂ, അത് വിടൂ. അതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രധാനമായിരിക്കും. എന്നെ സംബന്ധിച്ചത് വളരെ സില്ലി മാറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അത് വിടൂ. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, മക്കയും മദീനയിലേക്ക് ഹിജറ പോയി മദീനയ്ക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം മദീനക്ക് പരിസരത്തുള്ള അല്ലെങ്കിൽ മദീനത്തേക്ക് വിദൂരത്തുള്ള ദേശങ്ങളിലെ രാജാക്കന്മാർക്കും ഗോത്ര നേതാക്കന്മാർക്കും മുഹമ്മദ് നബി സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. നിങ്ങൾ ഇസ്ലാമിന്റെ ഈ അധികാരത്തെ അംഗീകരിക്കണം, ഇസ്ലാമിന്റെ സത്യത്തെ അംഗീകരിക്കണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പല രാജാക്കന്മാർക്കും കത്തയച്ചു. ആ കത്തയച്ച കൂട്ടത്തിൽ മുഖൌക്കിസ് രാജാവിന് എഴുതിയ കത്തിന് മറുപടിയായിട്ട് അദ്ദേഹം കൊടുത്തയച്ചത് 2 അടിമ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സമ്മാനപ്പൊതിയാണ്. അതായത് തൗഹീദിന് പകരമായി 2 അടിമ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സമ്മാനപ്പൊതി കൊടുത്തയക്കുമ്പോ ഞാൻ പറയാം, നിങ്ങൾ പറയൂ, നിങ്ങൾ വിശദീകരിച്ചോളി. നിങ്ങൾ ഈ ചരിത്രം പറയുമ്പോ നമ്മൾ എല്ലാത്തിനും റെഫറൻസ് വെച്ച് നമ്മൾ തന്നെ എടുത്തു തന്ന രസം ഉണ്ടാവില്ലല്ലോ. ഈ പ്രവാചകന്റെ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ സുഹൃത്തെ. അത് വിജയിച്ചപ്പോഴേ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. റെഫറൻസും കൂടെ പറയണം. ഓ, നിങ്ങൾ ഇതല്ലാത്ത റെഫറൻസ് നിങ്ങൾക്ക് എവിടെയും കിട്ടൂല പോരെ. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ തൗഹീദിന് പകരമായിട്ട് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടിയായിട്ട് 2 അടിമ സ്ത്രീകളായിട്ടുള്ള കന്യകകളായിട്ടുള്ള 2 അടിമ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു സമ്മാനപ്പൊതി പാക്കേജ് ആയിട്ട് കൊടുത്തയച്ചപ്പോ അത് സ്വീകരിച്ച മഹാനാണ് മുഹമ്മദ്. എന്ത് മാതൃകയാണ് ഇന്നത്തെ കാലത്ത് ഒരു പ്രബോധകനയിലുള്ളത്. പ്രവാചകൻ ആദ്യം ചെയ്ത എന്താണെന്ന് വെച്ചാല്, ഞാൻ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന തൗഹീദ് പ്രബോധനം നടന്നൊരു മൂല്യർക്ക് അതിലുള്ള മാതൃക എന്താണ്? എന്ത് മാതൃക? രാജാവിലാണോ പ്രവാചകനിലാണോ? രാജാവായിക്കോട്ടെ പ്രബോധകനായിക്കോട്ടെ. മുഹമ്മദ് നബി പ്രവാചകനാണല്ലോ, അതല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ട്. നിങ്ങൾ പറഞ്ഞല്ലോ രാജാവ് കൊടുത്തയച്ചല്ലേ, അതിലാണോ കൊടുത്തു ഒരാൾ തൗഹീദ്? ഞാൻ പറയുന്ന ഒരു പ്രബോധകൻ, മുഹമ്മദ് നബി ഒരു പ്രബോധകനാണല്ലോ അൾട്ടിമേറ്റ്ലി. അതിൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രബോധകനുള്ള മാതൃക എന്താണ്? ഇന്നിപ്പോ ലിയാഖത്ത് അലി സാഹിബ് ഒരു പ്രബോധകനാണ്. ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറയട്ടെ, സംഗതി ഞാൻ പറയട്ടെ. നമ്മൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ചിട്ടാണല്ലോ അനലൈസ് ചെയ്യുന്നത്. ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യത്തെ ഉദാഹരണത്തിലേക്ക് വരാം. അല്ല, നിങ്ങളെ വിശ്വസിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് മാത്രമാണ് ശരിയല്ല. ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള അവസരം തരാണ്. ഒരു സംഭവം ഞാൻ പറഞ്ഞു, ഒരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിനെ കുറിച്ചുള്ള നിങ്ങളെ വിലയിരുത്തൽ കേൾക്കട്ടെ. ആ സ്ത്രീയുടെ പേരാണ്, അതിൽ 2 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. പറയട്ടെ. അതിനകത്ത് 2 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു സ്ത്രീയുടെ പേരാണ് മാരിയത്തുൽ ഖിബ്തിയ. ആ മാരിയത്തുൽ ഖിബ്തിയ സ്ത്രീയെ മുഹമ്മദ് നബി സ്വീകരിച്ചു പറഞ്ഞാൽ കല്യാണം കഴിച്ചു എന്നല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, എന്ത് സ്വീകരിക്കില്ല? ഓക്കെ, വല്ലാത്ത ടെക്നോളജിയാണ്. പോട്ടെ, ഞാൻ അതിലേക്ക് തർക്കിക്കുന്നില്ല. നമ്മൾ പോയിന്റ് അതല്ലാത്തത് കൊണ്ടാണ്. പോയിന്റ് അതല്ല, നിങ്ങൾ ഒരു കോർ പോയിന്റിലേക്ക് വരാൻ നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒരു തോന്നല്. അപ്പൊ ഇനി പറയൂ, അതായത് ആ രീതിയിൽ തൗഹീദിന് പകരമായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമ്മാനപ്പൊതി സ്വീകരിച്ച ഒരു പ്രബോധകനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണ് എന്റെ ചോദ്യം. എന്റെ അഭിപ്രായം, പ്രവാചകൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കേട്ടോളൂ, പ്രവാചകൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവികമായിട്ടുള്ള വെളിപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രവാചകൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യപൂർവവും നീതിപൂർവവും യുക്തിപൂർവവും ആയിരിക്കും. അപ്പൊ ഇതിന്റെ നീതി എന്ന് പറഞ്ഞൊരു തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടുള്ള കത്തിന് മറുപടിയായിട്ട് പ്രവാചകൻ അത് ചെയ്യുന്നത്. ഇതിനെയാണ് ഞാൻ ഇന്നലെ സംസാരിച്ച ആളോട് പറഞ്ഞത്, പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ. ഒരു കഥ ഇങ്ങോട്ട് ഇട്ട് വന്നു. നമ്മള് പറഞ്ഞാല് ഇതിന്റെ വ്യാഖ്യാനങ്ങളൊന്നും കൂടുതൽ അറിയില്ല. ഞാൻ എന്റെ വിധത്തിൽ വ്യാഖ്യാനിച്ചു തന്നു, അത്ര തന്നെ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ആ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായിട്ടുള്ള വ്യാഖ്യാനമാണ്. അതായത് മുഹമ്മദ് നബി എന്ത് ചെയ്തോ അത് നന്മ. അതാണ് നമ്മള് ഇയാള് പറഞ്ഞത്, നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്.
മുഹമ്മദ് നബി 1000 തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണെന്നാണ്. പിന്നെ അവിടെ ഡയലോഗ് ഇല്ലല്ലോ. അത് പറയുമ്പോ അദ്ദേഹം കാണുന്നത് ബനൂ ഖുറൈള കൂട്ടക്കൊലയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തച്ചനിരുന്ന ഒരു ഗോത്രത്തിലെ മനുഷ്യരെ മുഴുവൻ പ്രായപൂർത്തിയുടെ ശാരീരിക അടയാളം നോക്കിയിട്ട് തലയർത്തിടുകയാണ്. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മള് വാഴക്കൊല വെട്ടുന്ന ലാഘവത്തിലൂടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനം നടത്തുന്നത്. എങ്ങനെ ഈ അടിമകളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അടിമ മോചനം ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ട മതത്തിന് അടിമ ഉണ്ടായിട്ടല്ലേ മോചനം സുഹൃത്തെ. എന്റെ പ്രിയപ്പെട്ട ലേഖകലി നിങ്ങളോട് പറയണെങ്കിൽ നമുക്ക് ഈ തൗഹീദിന് പകരം സമ്മാന പൊതി ഒന്ന് തീരുമാനാക്കാദ്യം. തൗഹീദാണോ സമ്മാനാണോ വലുത്? തൗഹീദിന് പകരം വേറെ എന്തെങ്കിലും സമ്മാനം സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. ഒരു പ്രബോധകനെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങൾ പറഞ്ഞ എല്ലാവർക്കും മാതൃകയുണ്ട്. പോട്ടെ, ഇസ്ലാം മതം പ്രബോധനം നടത്തുന്ന ഒരു പ്രബോധകന് മുഹമ്മദ് നബിയിലുള്ള മാതൃക ഈ വിഷയത്തിൽ എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ആ മറ്റാള് അയച്ച കത്തും കൂടെ പറയൂ, അതിന്റെ കത്തും കൂടെ വിശദീകരിച്ച് പറയൂ. എന്ത്? അപ്പോഴല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. ഏതെങ്കിലും ആചാരത്തിൽ ഏതെങ്കിലും ഒരു നിമിഷാർത്ഥത്തിനെ പറ്റി വിശദീകരിച്ച് അങ്ങോട്ട് മറ്റേ പിന്നെ എന്താ പറയുക, ചക്കനെ പറ്റി വിശദീകരിക്കാൻ പറഞ്ഞപ്പോ ചക്കന്റെ പ്ലാവിന്റെ ഇലനെയും ഒന്നുമല്ല. തൗഹീദ് ഇസ്ലാം എന്ന് പറഞ്ഞ തൗഹീദാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ ശരി. ഈ തൗഹീദിന് തുല്യായിട്ടുള്ള ഒരു ആശയം പറയുന്നത് അതൊക്കെ നിങ്ങൾ ഞാൻ പറയണ എന്താ, മുഹമ്മദ് നബിയുടെ മാതൃകനെ കുറിച്ചുള്ള സംസാരം. അടഞ്ഞു പോയത് നിങ്ങളാകെ ബുദ്ധിമുട്ടി. നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്കൊരു കോൺഫിഡൻസിന്റെ കുറവില്ല. നിങ്ങൾ പറഞ്ഞത് എല്ലാ കാലത്തും നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലും ഈ 2024 നേതാക്കന്മാരുണ്ടല്ലോ കേൾക്കാനും കൂടി തയ്യാറാവൂ. മറ്റുള്ള സംഗതികളും നിങ്ങൾ ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള എല്ലാ വിമർശനങ്ങളും ഞാൻ നേരിട്ട് ഞാൻ എന്റെ വായിന്നടുത്ത് എന്റെ എനിക്ക് തൊള്ളയിൽ തോന്നുന്ന പോലെ ഞാൻ ഒന്നും വിമർശിക്കാറില്ല. മനസ്സിലായോ? നിങ്ങൾ അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതല്ലാത്ത ഒരു വിമർശനം ഉന്നയിക്കാറില്ല. ഉള്ളത് തന്നെയും ആശയപ്രചാരണവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ വിമർശിക്കാറില്ല. നിങ്ങൾ ഇതൊന്ന് പറയൂ. അല്ല, ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയാൻ നിർബന്ധമുണ്ട്. നിങ്ങൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് അത് റെഫർ എടുത്തത്? ഇത് നിങ്ങൾ ഏത് റെഫറൻസ് എടുത്താലും കിട്ടും. ഇസ്ലാമിന്റെ ചരിത്രം, താരീഖ് തബരി മുതൽ ശേഷം നിന്ന് പ്രതികരണം എന്തായിരുന്നു? അതേപോലെ തന്നെ അത് ചുറ്റുപാടുള്ള സഹാബികളെ ഒരു പ്രതികരണമല്ല. ആ സ്ത്രീനെ ഒരാള് മുഹമ്മദ് നബി സ്വീകരിച്ച ഒരാള് അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടി തെറിക്കവിതകൾ എഴുതാൻ വേണ്ടി, തെറിപ്പാട്ടുകൾ പാടാൻ വേണ്ടി കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. മുസാഫർ രാജാവിന് പിന്നീട് എന്ത് സംഭവിച്ചു? മുസാഫർ അല്ല, നിങ്ങൾ ഇത് പറയും. എന്ത് മുക്കൗക്കിസ് രാജാവിനോ? അതൊക്കെ ആ സമ്മാനമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചുകാലം കഴിയുമ്പോ പിന്നെ അതൊക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരും. അത് വേറെ കഥയാണ്. ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടിയായിട്ട് സമ്മാനപ്പൊതി. എന്താണ് പറയുന്നത്? ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു എതിർപ്പിന്റെ നിങ്ങളെ മറ്റുള്ള അന്വേഷണങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഞാനും നിങ്ങൾ തമ്മിലുള്ള വിഷയം എന്താ വെച്ചാല് നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗം മാത്രം പിക്ക് ചെയ്യും. നിങ്ങളൊരു ആർഗ്യുമെന്റ് വെക്കുമ്പോ അത് പറയാൻ മടി. എന്താണ് പറയാൻ മടി? നമ്മളൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. തൗഹീദിന് പകരമായിട്ട് സമ്മാനം സ്വീകരിച്ച പ്രബോധകനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അയാള് പിന്നെ തൗഹീദ് സ്വീകരിച്ചു എന്ന് ലിയാഖത്ത് അലി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാം സ്വീകരിക്കല്ലോ. സമ്മാനം എന്ത് സ്വീകരിച്ചു, എന്ന് സ്വീകരിച്ചു, എങ്ങനെ സ്വീകരിച്ചു? അയാൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ആ കത്ത് കിട്ടുമ്പോഴും അതിന്റെ മറുപടിയിലും പിന്നീട് സ്വീകരിച്ചു പറഞ്ഞപ്പോ അബൂ സുഫിയാൻ 13 കൊല്ലം 10 കൊല്ലം മുഹമ്മദിനോട് യുദ്ധം ചെയ്ത് ലാസ്റ്റ് സ്വീകരിച്ചില്ലേ? അതെന്ത് എങ്ങനെ സ്വീകരിച്ചു? അത് പിന്നെ രാഷ്ട്രീയപരമായിട്ട് അയാൾക്ക് അങ്ങനെ തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് പറ്റിയിട്ട് ഞങ്ങളോട് പ്രവാചകൻ പറഞ്ഞത് എന്താ വെച്ചാല് അബൂ സുഫിയാനെ പറ്റിയിട്ട് കമ എന്നുള്ള ഒരു അക്ഷരം പറയുക. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പിന്നെ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് പ്രവാചകൻ മാന്യനാണ്. പിന്നെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടൊന്നും ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് പറയും. ഈ വിഷയത്തിലുള്ള നിലപാട് പ്രവാചകൻ എന്തോ ചെയ്തത് അത് സ്വീകാര്യമാണ്. മുഹമ്മദ് നബി എന്ത് ചെയ്താലും അത് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ്
പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ സ്വീകരിക്കാം. ഞാൻ വെറുതെ ഞാൻ ലിയാഖത്തിനെ പോലെ അന്വേഷിക്കുന്ന ആളാണ്. ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളാണ്. മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ. കേട്ടോളൂ. അറേബ്യയില് മക്ക എന്ന സ്ഥലത്ത് സ്ത്രീ, ലഹരി, യുദ്ധം ഇതിൽ മാത്രം നടന്നിരുന്ന വെറും വർഗീയ ഗോത്ര ചേരുതിരിവുകളായിട്ട് മാത്രം നടന്നിരുന്ന അറബികളെ സംസ്കരിച്ചു. എങ്ങനെ? അവരെ ഒരു ത്രെഡിൽ കൊണ്ടുവന്നു. അവർക്ക് ജീവിത ശൈലിയും വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്തു. അവരെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു. സ്ത്രീകൾക്ക് സ്വത്ത് വകുപ്പ് നൽകി. അടിമകളായിട്ടുള്ള സ്ത്രീകളെ ജീവിത പങ്കാളികളാക്കിക്കൊണ്ട് അവരിൽ ഉണ്ടാവുന്ന കുട്ടികളെ സ്വതന്ത്രരാക്കി. ആ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകി. അതേപോലെ തന്നെ ഈ അടിമകൾ എങ്ങനെയാ മുഹമ്മദ് നബിയുടെ കാലത്ത് കൂടുതലായിട്ട് ഉണ്ടായത്? നീതിയുടെ വക്താക്കളാവാൻ നിർദ്ദേശം നൽകി. അതിനൊക്കെ അപ്പുറം സർവ്വതും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധനം നൽകി അവരെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവന്നു. മറ്റുള്ള പ്രവാചകന്മാർ ചെയ്ത ആ മാതൃക, ഇബ്രാഹിം നബി, അതേപോലെ തന്നെ ഇസ്മായിൽ നബി, പിന്നെ ഇസ്ഹാഖ് നബി, അത് ചെയ്യാൻ വേണ്ടി അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുഹമ്മദ് നബി പല മാർഗം സ്വീകരിച്ചിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. മുഹമ്മദ് നിങ്ങൾ ഒന്ന് റെസ്പെക്ട് ചെയ്യും, ഒരൊറ്റ പ്രാവശ്യം റെസ്പെക്ട് ചെയ്തു. അല്ല, നിങ്ങൾ എന്താ അറിയോ, നമ്മൾ സംസാരിച്ച പോയിന്റ് നമുക്ക് പോവാണ്. എനിക്ക് ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രാവശ്യം റെസ്പെക്ട് ചെയ്തൂടെ? ഞാൻ മുഹമ്മദിനെ മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവർക്കും ഉള്ള റെസ്പെക്ട് മുഹമ്മദിനുണ്ട്. അതിനപ്പുറത്തേക്ക് അയാളുടെ ആക്ടുകളോട് റെസ്പെക്ട് ഇല്ല. അയാളുടെ രീതികളോട് റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യരെ മുഹമ്മദ് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുഹൃത്തെ, നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രവാചകനെ പറ്റി 1000 കാര്യങ്ങൾ പറഞ്ഞുതരാം. അനാഥകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു. അനാഥകളെ സംരക്ഷിക്കുന്ന സുഹൃത്തെ, അനാഥകളെ സംരക്ഷിക്കുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച പുതിയ സാധനമല്ല. ആ കാലഘട്ടത്തിൽ ആ ജനതയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മൂല്യത്തിന്റെ ഭാഗമായി ഒരു മിനിറ്റ് ആ കാലഘട്ടത്തിൽ ആ ജനതയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മൂല്യമാണ് അനാഥകളെ സംരക്ഷിക്കല്. ആവശ്യമില്ലാത്തൊരു പോയിന്റിലേക്ക് നിങ്ങൾ പോകണ്ടല്ല. നിങ്ങളിപ്പോ പോണത് അബദ്ധത്തിലേക്കാണ്. എങ്ങോട്ട് പോണത്? എന്താ പറയണേ? നിങ്ങൾ പറയേ. അനാഥകളെ സംരക്ഷിക്കുക, ആ കാലഘട്ടത്തിൽ അനാഥകളെ സംരക്ഷിക്കുക എന്നത് ഒരു മിനിറ്റ് ഈ ഒരൊറ്റ ചോദ്യം നബിക്ക് മുമ്പേ അനാഥകളെ സംരക്ഷിക്കാനും വേണ്ടി പറഞ്ഞ ഒരു നേതാവിനെ നിങ്ങൾ പറഞ്ഞിരിക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബി ജീവിച്ച ഏതാണോ ജനത, നിങ്ങൾ പറഞ്ഞ ഏറ്റവും ബഹളം വെക്കല്ലേ സുഹൃത്തെ. പിന്നെ മുഹമ്മദ് നബി ജനിച്ച് ജീവിച്ച, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഏറ്റവും മ്ലേച്ഛമായ മദ്യവും മയക്കുമരുന്നും മദിരാശിയിലും പിന്നെ അടിഞ്ഞുകൂടിയ ഒരു ഇരുണ്ട കാലത്ത് ജീവിച്ച സംസ്കാരശൂന്യമായ ഒരു ജനത എന്നാണല്ലോ മുഹമ്മദ് നബി ജീവിച്ച മക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ആക്ഷേപം അല്ലെ? ആ മനുഷ്യർ അനാഥകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലുള്ള കരുതലിന്റെ ഭാഗമായിട്ട് വളർന്നു വന്ന മനുഷ്യനാണ് മുഹമ്മദ് നബി. മനസ്സിലായോ? അല്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറയും. മുഹമ്മദ് നബിയുടെ വാപ്പ എന്നാ മരിച്ചത്? അല്ല, മുഹമ്മദ് നബി പിന്നെ അനാഥനായിരുന്നു. അപ്പൊ എങ്ങനെയാ അദ്ദേഹം വളർന്നത്? എങ്ങനെയാ വളർന്നത്? നിങ്ങൾ പറയും. ആ സമൂഹത്തിനെ പറ്റിയിട്ട് ലിയാഖത്തിൽ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അല്ല, ഞാൻ ചോദിക്കാണ്, അനാഥകളെ സംരക്ഷിക്കാൻ മുഹമ്മദ് നബി പഠിപ്പിച്ചു പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ള അനാഥകളെ സംരക്ഷിക്കാൻ ഒരു സമൂഹം തയ്യാറായിരുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയാൻ പോവാ ലിയാഖത്തിൽ കേൾക്കാത്തോണ്ടാ, പഠിക്കാത്തോണ്ടാ, അല്ലെ അറിയാത്തോണ്ടാ. മുഹമ്മദ് നബി ജീവിച്ച് ആ ചുറ്റുപാട് നുബൂവത്തിന് മുമ്പും ശേഷവും അടിമകളായ ആളുകളോട് വളരെ നിങ്ങൾ അവിടേക്കൊക്കെ പോട്ടെ. നിങ്ങൾ അനാഥയുടെ കേസിൽ അനാഥയുടെ കേസ് നോക്കണ്ട് വരി. ഒരു മനുഷ്യർ നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, നിങ്ങൾ എവിടേക്കാണ് ഒരു കാര്യത്തിൽ നിങ്ങൾ കാല് സ്ലിപ്പ് ആവുമ്പോ നിങ്ങൾ വേറെ എവിടെ പോയി വീഴാണ്? നിങ്ങൾ എന്താ പറഞ്ഞത്? അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയം മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു വലിയ മഹത്തായ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. വലിയ വലിയ ഗ്രന്ഥങ്ങൾ വായിക്കണ നിങ്ങളെ മുന്നിൽ സാധാരണക്കാരനായിട്ടുള്ള അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ നിങ്ങളൊരു വ്യക്തത വരുത്തിയിട്ട് അങ്ങ് പോകൂ. മുഹമ്മദിന് മുമ്പ് അവിടെ അനാഥകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു അല്ലേ? നിങ്ങളൊന്ന് പറയുക. ഇത് രണ്ടും കൂടെ പറയുമ്പോ എനിക്ക് കാല് സ്ലിപ്പ് ആവാൻ നിങ്ങൾ പറയാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബി അനാഥകളെ സംരക്ഷിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ അനാഥകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു അല്ലേ? അനാഥകളെ സംരക്ഷിച്ചാൽ മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, അതൊരു ആശയമായിട്ട് വന്നിട്ടുണ്ടായില്ല. സുഹൃത്തെ, മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് എന്താണോ ഉള്ളത് അത് തന്നെയാണ് ആശയങ്ങളായിട്ട് ഉണ്ടാവുള്ളൂ.
ഇന്ന ആള് ഇതിനു മുമ്പ് മുഹമ്മദിന് മുമ്പ് പറഞ്ഞിരുന്നു അനാഥകളെ സംരക്ഷിക്കണം എന്ന്. അത് അറേബ്യക്കാര് സ്വാഭാവികമായിട്ട് ഒരു ജീവിത രീതിയിൽ പുലർത്തിയിരുന്നു എന്ന് പറയാൻ ഒരു ആശയമില്ലാതെ പോയില്ലേ ലിയാഖത്ത് അലി? അവിടെ പോയില്ല, നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? എവിടെ പരാജയപ്പെടുന്നേ? ഞാൻ ചോദിക്കുന്നത് ആശയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജനതയുടെ സംസ്കാരമാണ്. നിങ്ങൾ പറഞ്ഞ വാദം മുഴുവൻ പൊളിഞ്ഞു പാളീസായി. വഴിയിൽ വരിട്ടാ നിങ്ങളെ പേഴ്സണാലിറ്റി. നിങ്ങൾ ബേജാറായി. നിങ്ങളൊന്ന് പതറി. നിങ്ങളൊന്ന് പതറി. പറഞ്ഞുതരാം എങ്ങനെയാന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങൾ തീരെ കേൾക്കാൻ തയ്യാറില്ല. നിങ്ങൾ തുടങ്ങിയ പോലെയല്ല, അവസാനമായപ്പോഴത്തേക്ക് നിങ്ങൾ ആകെ അസ്വസ്ഥനാണ്. എന്നാ കേൾക്കൂ. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സംസാരിച്ചു വന്ന വഴികളിലൂടെ നമുക്കൊന്ന് റിവൈൻഡ് അടിച്ചു പോയി നോക്കാം. നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് വിശ്വാസിനോട് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഖുർആൻ വചനം അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരിക്കുകയും ചെയ്യും. എന്നിട്ട് ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. ലിയാഖത്ത് അലിന്റെ ഫിലോസഫി ഒന്നും വിജയിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പേടിക്കാനാ? മനസ്സിലായി. ഖുർആനിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. വിശ്വാസികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കണാണ് എന്ത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ. മനുഷ്യകുലത്തിന് ആത്മവിശ്വാസം ഉണ്ടാക്കിയതാണ്. എന്ത്? അപ്പൊ അനാഥകളെ സംരക്ഷിക്കാൻ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ അനാഥകളെ സംരക്ഷിക്കുമായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും. പിന്നെന്താ പോയിന്റ്? അതങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എല്ലാരും അല്ല. അപ്പൊ മുസ്ലിമായ എല്ലാരും അനാഥകളെ സംരക്ഷിക്കുവോ? ഇല്ല. മനുഷ്യരാണ്. മനുഷ്യരുടെ ഗുണമാണത്. ഒരാശയത്തിന്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് അനാഥകളെ സംരക്ഷിച്ചോളണമെന്നില്ല. എന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങൾ നടത്തുന്ന മനുഷ്യന്മാർ സംരക്ഷിക്കും. പക്ഷെ ചില ആളുകളുണ്ട്, അവരെന്താ ചില അനാഥകളെ സ്വത്ത് ഭക്ഷിക്കുക. അത് ഏറ്റവും കൂടുതൽ അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നത് ഇസ്ലാമിലാണ്. അനാഥകളുടെ സ്വത്ത് ഭക്ഷിക്കാൻ അനുവാദമുള്ള ഒരു നിയമമുള്ളത് ഇസ്ലാമിലാണ്. ഒരു പോയിന്റ് പറയാത്തത് അതിനെ ബ്ലോക്ക് ചെയ്തില്ലേ? പറഞ്ഞുതരാം. അനാഥകളെ മാത്രം ഞാൻ പ്രവാചകന്റെ ഗുണങ്ങൾ ഇങ്ങോട്ട് എണ്ണി പറഞ്ഞു. അപ്പൊ അനാഥകളെ കണ്ടപ്പോ അല്ലേ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളി. ഏതാണ് നിങ്ങൾ വേറൊരു പോയിന്റ് പറഞ്ഞോളിയും. അനാഥകളുടെ കേസ് നിങ്ങൾ കഴിഞ്ഞു പോയി. ഇനി വേറെ ഒരെണ്ണം പറയും. ഈ ഒരു വിഷയത്തിന്റെ മുകളിൽ നിങ്ങൾ ഏത് വിഷയം നിങ്ങൾ പറയും. ഒരു പോയിന്റ് പറയൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇസ്ലാം എന്ന ആശയത്തിന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം എന്ന ആശയം എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി മനുഷ്യത്വം എന്ന് പറയുന്ന ആശയത്തിന് നേർ വിപരീതമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേൾക്കണം, ഒരു മിനിറ്റ് കേൾക്കണം. ഇസ്ലാം എന്ന് പറയുന്ന ആശയം മനുഷ്യരെ രണ്ട് വിഭാഗമായിട്ട് പ്രാഥമികമായിട്ട് വേർതിരിക്കും. മനസ്സിലായോ? ആഗോള മാനവികത അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കുമുള്ള തുല്യമായ അന്തസ് എന്ന് പറയുന്ന നമ്മൾ ഇന്നെത്തി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും ആത്മാഭിമാനവും അവകാശങ്ങളും ഉള്ളവരാണ് എന്ന മാനവിക ബോധത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു തലമുണ്ട്. അതിന് നേർ വിപരീതമായിട്ട് മനുഷ്യരെ പ്രാഥമികമായിട്ട് ഇസ്ലാം മതത്തെ അംഗീകരിച്ചവർ അല്ലാത്തവർ എന്ന രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കും. മനുഷ്യന്റെ വ്യക്തിപരവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ നിയമങ്ങളിലും വ്യവഹാരങ്ങളിലും വ്യവസ്ഥകളിലും ഈ വേർതിരിവ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും അമുസ്ലിങ്ങൾ ഭാഗമല്ല. ഇപ്പൊ ഒരു ഉദാഹരണമാണ് സക്കാത്ത്. മനസ്സിലായി? ഇസ്ലാമിക സമൂഹത്തിനിടയിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികൾക്ക് കീഴിലുള്ള ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇപ്പൊ മനുഷ്യരെ പ്രാഥമികമായിട്ട് അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കും. തീരും. മാനവികത എന്ന് പറയുന്ന ആശയത്തിന് ഘടക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ മാനവിക വിരുദ്ധമായ പ്രത്യയശാസ്ത്രമാണ് ഇത്. ഇനി ഈ മനുഷ്യരിൽ തന്നെ ഇപ്പം വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അതിൽ തന്നെ അടിമ ഉടമ എന്ന രണ്ട് കാറ്റഗറി ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അടിമത്തം ഇസ്ലാം, സ്ലേവറി ഇസ്ലാം കംപ്ലീറ്റ്ലി അംഗീകരിച്ചിട്ടുണ്ട്. അടിമ വ്യവസ്ഥയെ പൂർണ്ണമായി അംഗീകരിക്കുകയും അതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരു ഗോത്ര നേതാവാണ് മുഹമ്മദ് നബി. മനസ്സിലായോ? സ്വന്തം അണികൾക്ക് തന്റെ കൂടെ ഒരു ഗോത്രത്തെ കൊള്ളയടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന സ്ത്രീകളെയും കുട്ടികളെയും പങ്കിട്ടെടുക്കാൻ അനുവാദം കൊടുത്ത മുഹമ്മദ് നബി. അവരെ ശാരീരിക ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്ത നബി. അതിലൊരാളുടെ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്ത മുഹമ്മദ് നബി. മനസ്സിലായോ? ഇനി നിങ്ങൾ മുഹമ്മദ് നബി പഠിപ്പിച്ച മാനവികത എന്ന് പറഞ്ഞു തരും. അതേപോലെ സമയം എനിക്കോ അതിന്റെ ഇടയിൽ കയറിയിട്ട് ബുദ്ധിമുട്ടിക്കരുതേ. മുഹമ്മദ് നബി പറഞ്ഞ ഇസ്ലാം എന്ന ആശയം പൂർണ്ണമായിട്ടും മാനവികം.
ഒരു ചെറിയ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യരെ പിന്നെ ജാതീയമായിട്ടോ വർഗീയമായിട്ടോ വംശീയമായിട്ടോ കാണുന്ന എല്ലാ സംഗതികളെയും മുഹമ്മദ് നബി എതിർത്തു. മുഹമ്മദ് നബി മനുഷ്യരെ ഒരൊറ്റ വിഭാഗമായിട്ട് കണ്ടത്. യാ അയ്യുഹന്നാസ്, ഹേ മാന്യ മഹാജനങ്ങളെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വിഭാഗമായിട്ടാണ് കണ്ടത്. ഇനി നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് നബി രണ്ട് കൂട്ടരായിട്ടല്ല കണ്ടത്, ഒന്ന് വിശ്വാസികൾ അവിശ്വാസികളായിട്ടല്ല കണ്ടത്. മുഹമ്മദ് നബി പിന്നെ കൊടുക്കുന്ന സക്കാത്തിൽ ഒരു വിഭാഗം ഉണ്ട്, ആരാന്നറിയോ? മുഖല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒന്നല്ല അവര്, പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശത്രുതാ മനോഭാവം ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് സക്കാത്ത് ഇടപെടരുത്. ഇസ്ലാമിന്റെ സക്കാത്തിൽ ഒരു അവകാശം ഇല്ല എന്നങ്ങൾ പറഞ്ഞു, അത് തെറ്റാണ്. അതേപോലെ തന്നെ സദക്ക, ഇസ്ലാമിന്റെ സദക്കാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയില്ല. മുഹമ്മദ് നബിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞു വെച്ചാല്, മുഹമ്മദ് നബി പിന്നെ റമദാനിന്റെ ഒക്കെ സമയം ആവുമ്പോൾ കൈ അങ്ങോട്ട് വിശാലമാക്കി വിടുമായിരുന്നു. ആരൊക്കെ മുന്നിലുള്ളത് അവർക്കൊക്കെ പോക്കറ്റിലുള്ള മുഴുവൻ സാധനങ്ങളും കൊടുത്തോണ്ട്. അങ്ങനെയുള്ള ഒരു നബിനെ പറ്റിയിട്ട് സദക്ക ഒരു വിഭാഗത്തിന് മാത്രമാക്കി മാനവികല്ലാന്ന് പറയാൻ ലിയാഖത്ത് അലി സാഹിബെ ഭയങ്കര കണ്ണടച്ചിരുത്താക്കണം. അതേപോലെ തന്നെ മുഹമ്മദ് നബി അടിമ സ്ത്രീകളെ പറ്റിയിട്ട് പറഞ്ഞു. അടിമ സ്ത്രീകളെ സ്വന്തം ഭാര്യമാരായിട്ട് ഭാര്യമാരുടെ അതേ പദവി കൊടുത്തുകൊണ്ട് പരിഗണിക്കാനാണ് മുഹമ്മദ് നബിക്ക് എത്ര ഭാര്യമാരുണ്ട്? മുഹമ്മദ് നബിക്ക് അവരിലുണ്ടാവുന്ന കുട്ടികൾ സ്വതന്ത്രരാണ്. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ആധികാരികമായിട്ട് പഠിച്ചിട്ടില്ല. ഞാനിങ്ങനെ പലപ്പോഴും കേൾക്കുന്ന റെഫറൻസ് വെച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടാ. ആ അടിമ സ്ത്രീകൾക്ക് അതേപോലെ അടിമത്വം എന്ന് പറഞ്ഞ വ്യവസ്ഥിതിക്കെതിരായിട്ട് മുഹമ്മദ് നബി നിന്നു. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ അടിമത്വം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. അപ്പൊ നിങ്ങള് പിന്നെ ധൃതി വിട്ടരുതേ. അടിമത്വം എന്ന് പറഞ്ഞിട്ടുള്ള വ്യവസ്ഥിതി ഉണ്ടല്ലോ, ആ വ്യവസ്ഥയുടെ കടക്കല് കത്തി വെക്കാണ്. ഒരു അടിമ ഉണ്ടെന്ന് അതിന് സ്വതന്ത്രനാക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലാന്നുള്ളത്. അപ്പൊ അതവിടെ ചെയ്തു. ഒരിക്കലും മുഹമ്മദ് നബി അടിമത്വത്തിനെതിരായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അത് മനുഷ്യന്മാര് അവരെ സംസ്കാരം വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രഖ്യാപനം നടത്തും. അത് അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ബുദ്ധി വികസിക്കുമ്പോൾ മനുഷ്യന്മാരെന്ത് ചെയ്യും, എല്ലാ മനുഷ്യരും ഈക്വലാണെന്ന് കണ്ടെത്തും. അത് സ്വാഭാവികമായിട്ട് നൈസർഗികമായിട്ടുള്ള മനുഷ്യന്റെ കഴിവാണ്. അതേ സമയത്ത് മുഹമ്മദ് നബി നിരോധിച്ച പല കാര്യങ്ങളുണ്ട്. ലഹരി, ലിയാഖത്ത് അലി സാഹിബിന്റെ ആശയം വെച്ചിട്ട് ലഹരി നിരോധിക്കാൻ പറ്റുമോ? സാഹിബെ, ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. എന്റെ വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ എന്റെ വീഡിയോ നിർത്തിയിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിനെ പറ്റി പഠിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് വരണം. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര വിഷമത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിനൈ ചെയ്തില്ല, അതിന് പകരം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മുഹമ്മദ് ഇസ്ലാം മാനവികാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമില് കറുത്തവനോ വെളുത്തവനോ എന്ന് വിവേചനം പാടില്ല. ഇസ്ലാം അവസാനത്തിൽ പ്രവാചകന്റെ അവസാനത്തെ വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. അതിൽ പറഞ്ഞെന്താ വെച്ചാല്, ഇനി മനുഷ്യന്റെ രക്തം ചിന്തല് നിരോധിച്ചിരിക്കുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഏത് നേതാവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ആ അവസാനത്തെ പ്രസംഗം നിങ്ങൾ എടുത്ത് കേട്ടു നോക്കി, അത് വീണ്ടും വീണ്ടും കേൾക്കി, മനസ്സൊന്ന് ക്ലിയർ ആവട്ടെ. പ്രവാചകനെതിരായിട്ട് പറഞ്ഞ അബൂലഹബിന് എന്ത് സംഭവിച്ചു എന്നുള്ള ഒന്നും കൂടെ ഖുർആൻ എടുത്ത് വായിച്ചു ചെയ്താല്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ 5 പോയിന്റിനോടുള്ള എന്റെ പ്രതികരണം കൂടി ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നത്. എന്റെ പിന്നെ സംഭവം എന്റെ ഓഡിയോ നിങ്ങൾ കേട്ടാലും വേണ്ട, മറ്റുള്ളവരെ കേൾപ്പിച്ചാലും വേണ്ട, ഇതിലിട്ടാലും വേണ്ട. എനിക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇനി നിങ്ങളിത് ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയും കൂടി കേൾക്കാൻ തയ്യാറാവും. ഞാൻ നിങ്ങളോട് മറുപടി പറയാനും കൂടി കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് അത് മാന്യതയാവുന്നത്. നിർബന്ധമൊന്നുമില്ല. മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇതിനുള്ള മറുപടി കൂടി കേൾക്കാൻ തയ്യാറാവുമ്പോഴാണ് അത് മാന്യമാവുന്നത്. അതാണ് നിങ്ങളെ മാന്യത എന്ന് പറയുന്നത്. ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. തീർച്ചയായും. ഓക്കെ. ഞാൻ നിങ്ങളോട് ഇസ്ലാം മാനവികമല്ല എന്നതിന്റെ കാരണങ്ങൾ നിരത്തിയതിനെ യാതൊരു തരത്തിലും എതിർക്കാതിരിക്കുകയും, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾ പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ സംസാരത്തിന് ഇടയിൽ കയറരുത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് മനുഷ്യരെ പ്രാഥമികമായി 2ആയി വിഭജിക്കുന്നു എന്നാണ്. അപ്പോ നിങ്ങൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞത് അങ്ങനത്തെ വിഭജനമില്ല എന്ന് പറയാതെ പറയുന്നത്, അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയാണ്: ജാതീയത, വംശീയത, കളറ്, വർണ്ണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. കാരണം ഈ മനുഷ്യരെ ആദ്യത്തെ വിഭജനത്തിനകത്ത് വരുന്ന മുസ്ലിങ്ങൾക്കിടയിലാണ് ഈ വിഭാഗീയത ഇല്ലാത്തത്. അതായത് മുസ്ലിങ്ങൾക്കിടയിൽ സാഹോദര്യമുണ്ട്.
അവര് കറുത്തവര് വെളുത്തവര് പണക്കാര് പിന്നെ ദാരിദ്ര്യൻ എന്ന വിവേചനം അനുവദിച്ചിട്ടില്ല മുഹമ്മദ് നബി. പക്ഷെ ഒരു മിനിറ്റ് പക്ഷെ മനുഷ്യർ അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ്. മനുഷ്യർ ആദ്യം തന്നെ രണ്ടാക്കി തിരിച്ചു. അല്ല നിങ്ങളറിയോ നിങ്ങൾ ഇതിനെ മറുപടി നിങ്ങൾ പറഞ്ഞ പോയിന്റുകളോടുള്ള പ്രതികരണമാണ്. അത് നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാണിക്കേണ്ട മര്യാദ. ഞാൻ മനസ്സിലാക്കി ഇസ്ലാമിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കുറച്ചെങ്കിലും സ്വാംശീകരിച്ചുകൊണ്ട് നിങ്ങളും തന്നെ ഞാൻ പറയുന്നതിന് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് മര്യാദ. അതായത് നിങ്ങൾ പറഞ്ഞ പോയിന്റുകളോടുള്ള എന്റെ പ്രതികരണമാണ്. ഞാൻ പറഞ്ഞ പോയിന്റിനെ അംഗീകരിക്കുകയാണ് വാസ്തവത്തിൽ നിങ്ങൾ ചെയ്തത്. മതത്തിനകത്ത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഇത്തരം വകതിരിവില്ലായ്മയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത് എല്ലാ മനുഷ്യരെയും ചേർത്ത ആഗോള മാനവികതയെ കുറിച്ചാണ്. മാനവികത എന്ന് പറയുന്ന സങ്കല്പത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പൊ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇസ്ലാമിനകത്ത് ഈ വിഭാഗീയത ഏതില്ല, ജാതി മതം അങ്ങനെയില്ല. മീൻസ് എന്താ പറയാ, കളറ് വർണ്ണം അതൊന്നുമില്ല. ശരിയാണ്, ഉച്ചനീചത്വങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ. പക്ഷെ മനുഷ്യരെ പ്രാഥമികമായിട്ട് വേർതിരിവ് അവിടെ ഉണ്ട്. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ, ഇതൊന്നും ഈ പോയിന്റുകൾ പൂർത്തീകരിക്കാൻ സമയം തരുമോ? അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ആശയപരമായിട്ട് സംസാരിക്കാനാണല്ലോ വിളിച്ചത്. ഇത് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ചോദിക്കൂ, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് മനുഷ്യരെ പ്രാഥമികമായിട്ടുള്ള വിഭജനം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ വിഭജിച്ചതിൽ മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സ്വതന്ത്രർക്കിടയിൽ കേട്ടോ, അപ്പോഴും അടിമ സ്വതന്ത്രൻ എന്നുള്ള വകതിരിവ് അവിടെ ഉണ്ട്, സ്ത്രീ പുരുഷൻ എന്നുള്ള വിവേചനം വേറെ അവിടെ ഉണ്ട്. അതവിടെ കട്ടെ. മുസ്ലിങ്ങൾക്കിടയിലുള്ളതാണ് ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഞാൻ പറഞ്ഞതുപോലെ മാനവികമായ ആശയങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. അതൊരു ഗോത്രീയ ചിന്തയാണ്. മുസ്ലിങ്ങൾ എല്ലാവരും ഒരേപോലെ തുല്യരാണെന്നുള്ളൊരു ചിന്തയാണ്. ഓക്കെ, മനുഷ്യരെല്ലാവരും തുല്യരാണെന്നുള്ള ചിന്ത ഇസ്ലാമിന് ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മനുഷ്യർ എന്ന ഒറ്റ വിഭാഗമാക്കി എന്ന് പറയുന്നത് തെറ്റാണ്. മുസ്ലിങ്ങൾ ഒരു വിഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് സക്കാത്തില് പിന്നെ അമുസ്ലിങ്ങൾക്ക് അവകാശം ഉണ്ട് എന്നാണ്. അമുസ്ലിങ്ങൾക്ക് സക്കാത്തിന് അവകാശം ഇല്ല എന്നാണ്. മുഖല്ലബത്തുൽ കുലൂബ് എന്നൊക്കെ പറഞ്ഞാല് ഹൃദയം ഇണങ്ങിയവർ എന്നാണ്. അതായത് അത് ഇവിടുത്തെ നമ്മളെ നാട്ടിലുള്ള മൂല്യന്മാർ പോലും വളരെ വിശദമായിട്ട് സക്കാത്തില് പുതു ഇസ്ലാമികൾക്കും അതേമാതിരി ഇസ്ലാമിലേക്ക് വരാനുള്ള ഒരു മനസ്സുണ്ട്, ഇസ്ലാമിനോടൊരു അനുഭാവം ഉണ്ട് എന്ന് തോന്നുന്ന ആളുകളോടുള്ള ഒരു പ്രത്യേക പരിഗണനയാണ്. അത് സക്കാത്തും കൂടിയാണ് ചെന്നാൽ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ നല്ലത് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞ ഖുർആൻ വചനത്തിന്റെ വിശദീകരണമാണ് പറഞ്ഞത്. നിങ്ങൾ ഇടപെടല്ലേ. അല്ലാതെ മുസ്ലിങ്ങളോട് ശത്രുതാ മനോഭാവം ഇല്ലാത്ത എന്നൊരർത്ഥം ഈ പറഞ്ഞ വാക്കിന് ആരും കൊടുത്തതായി കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എവിടുന്ന കിട്ടി നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. ഓക്കെ, മുസ്ലിങ്ങളോട് സഹകരിച്ചു പോകുന്ന പിന്നെ അല്ലെങ്കിൽ അവരോട് സഹവർത്തിത്വമുള്ള, അവരോട് ശത്രുതാ മനോഭാവം അക്രമമൊന്നും ഇല്ലാത്ത എല്ലാ അമുസ്ലിങ്ങളും സക്കാത്തിന് അർഹരാണ് എന്നീ വചനത്തിന് അർഹം നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കത് പരിശോധിക്കാം. അതിനകത്ത് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ അടിമ മോചനത്തിന് വേണ്ടിയിട്ട് ഭാര്യമാരെ സ്വീകരിക്കുകയും അടിമകൾക്ക് ഭാര്യമാർക്ക് സമാനമായിട്ടുള്ള അവകാശങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം അടിമ സ്ത്രീകളാണ്. അവരെ വിവാഹം പോലും കഴിക്കാതെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വന്നാൽ മറ്റൊരാളുടെ കയ്യിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് പണയം വെക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടിമത്തത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി മുഹമ്മദ് നബിയുടെ കാലത്ത് എവിടുന്നാണ് അടിമകൾ ഉണ്ടായി വന്നിരുന്നത് എന്നുകൂടി ആലോചിക്കണം. സ്വതന്ത്രമായി ജീവിച്ചിരുന്ന സമൂഹങ്ങളെ പോയി രാത്രി ആക്രമിച്ച് കൊള്ള ചെയ്ത് ആ കൊള്ള മുതലിന്റെ കൂടെയാണ് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് വീതം വെച്ച് അണികൾക്ക് കൊടുത്തിരുന്നത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, പിന്നെ അടിമത്തം എന്താ പറയാ, അതിനെ എതിർത്തു എന്നാണ്, അടിമത്ത വ്യവസ്ഥിതിയെ എതിർത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. പൂർണ്ണമായിട്ടും അടിമത്ത വ്യവസ്ഥിതിയുടെ എല്ലാ പിന്നെ ആനുകൂല്യങ്ങളും ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടി, യുദ്ധത്തിന് അണികളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അവർക്ക് കിട്ടാവുന്ന ഇൻസ്റ്റന്റ് ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ ഒരു ബോണസോ പോലെ യുദ്ധം ചെയ്ത് ഗോത്രങ്ങളെ അടിച്ചമർത്തി അതിലുള്ള സ്ത്രീകളെ പിടിച്ചെടുത്ത് സ്വന്തം യോദ്ധാക്കൾക്കിടയിൽ വീതിച്ചു കൊടുക്കുകയായിരുന്നു. ഓക്കെ, പറയട്ടെ. അടിമമോചനം പുണ്യമാണ് എന്ന് പഠിപ്പിക്കണമെങ്കിൽ, പുണ്യം ചെയ്യണമെങ്കിൽ കൂടുതൽ അടിമകൾ ഉണ്ടാവണം. അടിമകൾ ഉണ്ടായി വരുന്ന യാതൊരു വ്യവസ്ഥിതിയും അവിടെ നിരോധിച്ചിട്ടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് അടിമകളെ ഫാമിംഗ് വരെ നടത്തുന്നതിന് ഇസ്ലാം യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അടിമകൾ ഉണ്ടെങ്കിൽ, അടിമകളായ സ്ത്രീകളും പുരുഷന്മാരുണ്ടെങ്കിൽ അവരെ പരസ്പരം കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അതിലുണ്ടാവുന്ന കുട്ടികൾ നിങ്ങളുടെ അടിമകളായിരിക്കും. മനസ്സിലായോ? അത്രയും ഭീകരമാണ് ഇസ്ലാമിലെ അടിമത്തം. നിങ്ങൾ ഇസ്ലാമിലെ അടിമത്തത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിടത്തോളം വലിയ പിഴവുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ചോളൂ. ഇനി അടിമകൾക്കിടയിലുള്ള കുട്ടികൾ മാത്രമല്ല, ഒരു സ്വതന്ത്രനായ ഫക്കീറിനെ
പറയട്ടെ, ഒരു സ്വതന്ത്രനായ ഫക്കീറിന് നിങ്ങളെ കീഴിലുള്ള ഒരു അടിമയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അതിൽ ആ പിന്നെ സ്വതന്ത്രനായ ഫക്കീറായ നിങ്ങളുടെ സഹോദരന് ജനിക്കുന്ന കുട്ടി നിങ്ങളുടെ അടിമയായി പരിഗണിക്കപ്പെടുകയും നിങ്ങളുടെ അടിമയുടെ ഗണത്തിൽ എണ്ണുകയും ചെയ്യും. ഇതാണ് ഇസ്ലാമിൽ അനുവദിച്ചു കൊടുത്തുള്ള അടിമത്തം. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം അടിമത്തം വ്യവസ്ഥിതി ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞത് വലിയ തമാശയാണ്. ഒന്നുകിൽ നിങ്ങൾ അതിനെ അബദ്ധത്തിൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചതായിരിക്കും. ഞാൻ എല്ലാ പോയിന്റും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വോയിസ് ഒന്നുകൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പിന്നെ എന്താ പറയാ, പിന്നെ സംസ്കാരം വികസിക്കുമ്പോ അടിമത്തം നിരോധിച്ചാതിരുന്നതിന്റെ കാരണമായിട്ട് നിങ്ങൾ പറഞ്ഞത് വലിയ തമാശയാണ്. എന്ത് അല്ല, നിങ്ങൾ പറഞ്ഞ പോയിന്റുകൾക്ക് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നിനും പ്രതികരിച്ചോളൂ, കുഴപ്പമില്ല. ഇതിന് ഈ ഒരു സംഗതിക്ക് മറുപടി പറയാനും വേണ്ടി സമ്മതിക്കുന്ന പോലില്ല, അതൊരു വലിയ വിഷയമാണ്. അല്ലല്ല, എല്ലാത്തിനും ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ മുഴുവൻ കേട്ടിരുന്നു. അതിന് നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം അടിമത്ത വ്യവസ്ഥിതി ഇല്ലാതാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് കേട്ടോളൂ. പിന്നെ ഈ പ്രവാചകന്റെ സന്തത സഹചാരിയായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു വില കൊടുത്തിട്ട് സ്വന്തം പോക്കറ്റിലെ പൈസ കൊടുത്തിട്ട് ആണ് പിന്നെ ബിലാലിനെ സ്വതന്ത്രനാക്കുന്നത്. ഈ ബിലാൽ സ്വതന്ത്രനായത് ഇപ്പൊ ലിയാഖത്തിന്റെ അടിമയാണെങ്കിൽ സംസാരിക്കണം ഞാനെന്നുണ്ടെങ്കിൽ ബിലാൽ എന്നാണ് സ്വതന്ത്രനായത്. എന്നെ സ്വതന്ത്രനാക്കലാണ് ഇവിടെ നിലവിലുള്ള അടിമത്ത വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള അടിയിലുള്ള കടക്കലിലെ വെട്ട്, ഏറ്റവും നാഡീ വേറിനുള്ള വെട്ട്. ഇത് മനസ്സിലാക്കാത്ര ലോജിക്കൊന്നും വേണ്ടല്ലോ. അത് മാത്രല്ല, അങ്ങനെ ചെയ്യുന്ന ആള് സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് ചെയ്യുന്ന ആള് അതൊരു വലിയ പ്രവൃത്തിയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊരു പുണ്യപ്രവൃത്തി ആക്കിയിട്ടുണ്ട്. അല്ലേ? പുണ്യപ്രവൃത്തി എന്നൊക്കെ പറയണമെങ്കിൽ ചിലപ്പോ യുക്തിവാദം ഉള്ള ആളുകൾക്കൊന്നും ചിലപ്പം കാര്യങ്ങൾ മനസ്സിലായി വരില്ല. പക്ഷെ സംഗതി അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അടിമകളെ പ്രായശ്ചിത്തമായിട്ട് മോചിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പറയാൻ ഇടയിൽ കയറാൻ തന്നെ പാടില്ല. നിങ്ങൾ പറയും ഒരു പോയിന്റ് കൂടി നിങ്ങൾ പറഞ്ഞല്ലേ നിശ്ചസാറില്ല, അത് അടിമത്ത മോചനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ എന്താ നിങ്ങൾ പറഞ്ഞോളി. നിങ്ങളെ ചിന്തകളുടെ അടിമാകരുത്. അടിപൊളി പോയിന്റ് കേട്ടോ അത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണാടി നോക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കിയത്. അത് കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കി. നിങ്ങൾ അപ്പ പറഞ്ഞ ഡയലോഗേ കണ്ണാടി അവിടെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ മിറർ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പറഞ്ഞാൽ നല്ലതായി. സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദർശനാണ് ഇത് എന്നുള്ളത് നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ സഹപ്രവർത്തകരും മനസ്സിലാക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇതിലേക്ക് വരണമെന്നൊന്നുമില്ല. ഇത് വന്നിട്ട് ഇത് അങ്ങനെ പൊലിപ്പിച്ചിട്ട് ഇതിൽ ആകെ ആൾക്കാരെ കൂട്ടണമെന്നൊന്നുമില്ല. ഇതിലുള്ളത് നല്ല ഈമാനും യക്കീനുള്ള ആൾക്കാരാവണം ഞങ്ങൾക്കൊക്കെ വിശ്വസിച്ചുള്ളൂ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു മുസ്ലിങ്ങളെ ഈ കാലഘട്ടത്തിൽ ഈ കുലത്തിൽ ജനിച്ചിട്ട് നിങ്ങൾ ഞാനും ഒരു അർത്ഥത്തിൽ മുസ്ലിമാണ്. നിങ്ങൾ എക്സ് മുസ്ലിമും ഞാനും മുസ്ലിമുമാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കൂടെ ഭയങ്കര രസമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവനെ, പഴയ കാലത്ത് രക്ഷപ്പെട്ടവനെ. ഇപ്പൊ നിങ്ങളുടെ കാര്യം എന്താണ് അള്ളാഹു തീരുമാനിക്കട്ടെ. നമുക്ക് ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ സംസാരം വളരെ പോസിറ്റീവാണ്. എനിക്ക് അൽഹംദുലില്ലാഹ് ഞാൻ ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിജയം ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുന്നവർ വിജയം പരാജയമൊക്കെ കേൾക്കുന്നവരല്ലേ തീരുമാനിക്കണം, നമ്മളല്ലല്ലോ. ഓക്കെ സാർ, എന്തായാലും ഇത് ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വിജയം ആളുകൾ ആഘോഷിക്കട്ടെ എന്നാണ് പറയാം. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ വിജയത്തിന്റെ ആ ഒരു മധുരം പങ്കുവച്ചു. ഞാൻ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവും ചേട്ടാ. എനിക്ക് നിങ്ങളോട് നല്ല ആഗ്രഹമില്ല കേട്ടോ. സത്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ വാക്കുകൾ കേൾക്കലുണ്ട്. ഞാൻ ആലോചിക്കും വളരെ നന്നായിട്ട് സംവാദത്തിനും ഭയങ്കര ഖണ്ഡനക്കാരനാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്. അപ്പോ മാത്രമല്ല നിങ്ങളെ പിന്നെ ആ ഡ്രസ്സിങ് ലുക്കും പേഴ്സണാലിറ്റി ഒക്കെ വളരെ നല്ല മികച്ചതാണ്. എല്ലാ കാര്യങ്ങളും നന്നാവട്ടെ. പിന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് എപ്പോഴും വിമർശിക്കാം. താങ്ക് യു. You are always welcome. Thank you. Okay.